നമുക്ക് നല്ലൊരു ചൂരപ്പുളി വെച്ചാലോ. ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് സവാള നല്ലവണ്ണം വാട്ടണം. സവാള ചെറുതായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, അരിഞ്ഞ് വെച്ചത്. അതിട്ട് കൊടുക്കുക. അതും വാടിയപ്പോഴത്തേക്കും ഒരു 3 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ഇട്ട് നല്ലോണം വാട്ടിയെടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സെല്ലാം നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 2 ചെറിയ സ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് പുളിവെള്ളം ഒഴിക്കാം. വാളം പുളിയാണ് എടുത്തിട്ടുള്ളത്, അതൊഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് തിളപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി മൂടി വെച്ച് തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറിയെല്ലാം തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വച്ചേക്കുന്ന ചൂര മീനാണ്, അതിട്ട് കൊടുക്കാം. മീനിട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി ഇട്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കറി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.